ഹലോ ഫ്രണ്ട്സ്, ദിസ് ഇസ് ശ്രീ ആൻഡ് വെൽക്കം ടു ലൈഫ് അൺഫോൾഡഡ് ബൈ ശ്രീ. ഇന്നൊരു ചെറിയ ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ. ഷോപ്പിംഗ് വീഡിയോ എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് ആവശ്യമുള്ള ഗ്രോസറീസും വെജിറ്റബിൾസും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയൊരു വീഡിയോ. അപ്പോൾ നമ്മളിന്ന് ഷോപ്പിങ്ങിന് പോയിരിക്കുന്നത് റവാബി ഹൈപ്പർ മാർട്ടിലാണ്. ഇവിടെ തൊട്ടടുത്ത് നമുക്കുള്ളത് റവാബിയാണ്. ഒന്നുകിൽ റവാബി പോവും, അല്ലെങ്കിൽ ഗറാഫ ലുലുവിലാണ് യൂഷ്വലി പോവാറുള്ളത്. പക്ഷേ ഇപ്പോൾ കുറേ നാളുകളായിട്ട് നമ്മൾ റെഗുലറായിട്ട് റവാബി കസ്റ്റമേഴ്സാണ്. അപ്പോൾ നമ്മൾ യൂഷ്വലി റവാബിയിൽ ചെല്ലുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫിഷിൻ്റെ സൈഡിലോട്ട് പോകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫിഷൊക്കെ വാങ്ങി അത് അവരുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് അവർ ക്ലീൻ ചെയ്തിട്ടൊക്കെ വെക്കുമല്ലോ. ദാറ്റ് വിൽ ടേക്ക് സം ടൈം. സോ ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് വരാം. സോ ബൈ ദ ടൈം അവർ ഫിഷ് ക്ലീൻ ചെയ്ത് വെക്കും, നമുക്കത് എടുത്തിട്ട് വരികയും ചെയ്യാം. അപ്പം ഞാനും കുട്ടനും അഞ്ജുവും വസുവും കൂടെ ആയിരുന്നു ഷോപ്പിങ്ങിന് പോയത്. ഫിഷൊക്കെ കൊടുത്തതിന് ശേഷം ഞങ്ങൾ കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളും ഒക്കെ എടുക്കുമായിരുന്നു. നല്ല പാവയ്ക്ക, എന്താ പറയുന്നത്, പച്ചമുളക്, അങ്ങനെയുള്ള എല്ലാ വെജിറ്റബിൾസും, ടൊമാറ്റോ ഒക്കെ വേണമായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുമായിരുന്നു. ഓരോരുത്തർ ഓരോ സെക്ഷൻ ഇങ്ങനെ കവർ ചെയ്തു. വസു പോകുന്നവർക്കും വരുന്നവർക്കും ഒക്കെ ടാറ്റ കൊടുത്ത് ചിരിച്ച് കാണിച്ചിട്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. നല്ല പീച്ചിങ്ങ കണ്ട് കേട്ടോ. പീച്ചിങ്ങ യൂഷ്വലി ഞങ്ങൾ കോയമ്പത്തൂരല്ലേ, അപ്പോൾ അവിടെ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ കിട്ടും. അപ്പോൾ ഈ പീച്ചിങ്ങ അവിടെയൊക്കെ അമ്മ ഇങ്ങനെ നല്ല ടേസ്റ്റായിട്ട് തോരൻ വെച്ച് തരും. നല്ല ചെറിയ ഉള്ളിയൊക്കെ നിറയെ ചേർത്ത് കടലപ്പരിപ്പൊക്കെ ചേർത്തിട്ട്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ പീച്ചിങ്ങ എടുത്ത് തോരൻ വെക്കാമെന്ന് വിചാരിച്ചിട്ട് പീച്ചിങ്ങയൊക്കെ എടുത്തു. പിന്നെ റവാബിയിൽ എപ്പോൾ വന്നാലും നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് കിട്ടും കേട്ടോ. എനിക്ക് തോന്നുന്നു, എനിക്ക് പേഴ്സണലി ലുലുവിനേക്കാളിലും എനിക്കിഷ്ടം റവാബിയിൽ നിന്ന് വെജിറ്റബിൾസൊക്കെ വാങ്ങിക്കുന്നതാണ്. എല്ലാം നല്ല ഫ്രഷ് ആയിരിക്കും, കുറേ ചോയ്സസ് ഉണ്ടാവും നമുക്ക് വെജിറ്റബിൾസ്. പിന്നെ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ എന്ന് പറയുന്നത് കോക്കനട്ട്, തേങ്ങ വാങ്ങിക്കലാണ്. അതായത് നമുക്ക് നാട്ടിലാണെന്നുണ്ടെങ്കിൽ തേങ്ങയൊക്കെ ഇങ്ങനെ ചിരകിയൊക്കെ എടുക്കാൻ നല്ല ബുദ്ധിമുട്ടല്ലേ. ഇവിടെ വന്നതിന് ശേഷം ഏറ്റവും ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളതും ഏറ്റവും ഇഷ്ടത്തോടു കൂടി ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള ഒരു കാര്യം, ഇവിടെ ഈ കോക്കനട്ട് ഇങ്ങനെ സ്ക്രേപ്പ് ചെയ്ത് കിട്ടുന്നത് കാരണം അതൊരു ഭയങ്കര സൗകര്യമാണ്. അപ്പോൾ അങ്ങനെ ചിരകിയ തേങ്ങയൊക്കെ വാങ്ങി, കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി, പിന്നെ കുറച്ച് ഫ്രോസൺ ഐറ്റംസൊക്കെ, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. അഞ്ജുവിൻ്റെ ഫേവറേറ്റ് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാനുള്ള സംഭവമായിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. അഞ്ജുവിന് ഭയങ്കര ഇഷ്ടമാണ് ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്തു. പിന്നെ കുറച്ച് ഇഡ്ഡലി റൈസൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ എടുത്തു. ശർക്കര, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അത്യാവശ്യമായിട്ട് വേണ്ടുന്നത് മാത്രമേ വാങ്ങിയുള്ളൂ. അല്ലാതെ കുറേ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു. മെയിനായിട്ട് വേണ്ടുന്നത് വെജിറ്റബിൾസും ഫിഷും ആയിരുന്നു. പിന്നെ റവാബിയിൽ കുറേ പ്രൊമോഷൻസും ഓഫേഴ്സും ഒക്കെ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം ജസ്റ്റ് ഒന്ന് നടന്ന് കറങ്ങി കണ്ടു. അവിടെ റവാബിയിൽ പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്പോട്ട് എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ചായക്കടയാണ്. ഒരു തട്ടുകട, നമ്മുടെ നാട്ടിൽ തട്ടുകടയുടെ മോഡലിൽ ഒരു ചായക്കടയൊക്കെ ഉണ്ട്. അവിടെ എപ്പോഴും നല്ല സ്നാക്സൊക്കെ ഉണ്ടാവും വെറൈറ്റി ആയിട്ട്. അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു തിരിച്ചങ്ങനെ റവാബിയിൽ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾക്ക് ഒന്ന് താഴെ ബാംഗിൾ സെല്ലേഴ്സിലൂടെ കയറണമെന്ന് ആവശ്യമുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മടിക്കേണ്ട കേട്ടോ. എനിക്കറിയാം കുറച്ച് ഡിലേ ആയി ഈ വീഡിയോ, പക്ഷേ ഇനി ഞാൻ റെഗുലറായിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഇനിയുള്ള വീഡിയോസൊക്കെ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോവുകയാണ്. അങ്ങനെ വീട്ടിൽ കൊണ്ടുപോയി സാധനങ്ങളൊക്കെ ഞങ്ങൾ അപ്പോഴേക്കും സന്തോട്ടൻ വീട്ടിൽ വന്ന് നിന്നപ്പോഴത്തേക്ക് സന്തോട്ടനും കൂടെ വന്നു സാധനങ്ങളൊക്കെ എടുത്ത് അകത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ എൻ്റെ ഷോപ്പിംഗ് വീഡിയോ കഴിഞ്ഞു.